വരൂ കൂട്ടുകാരെ, ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം. ഇതൊരു കവിതയാണല്ലേ? കവിതയുടെ പേരെന്താണ്? മഴയോ മഴ. ഇത് മഴയെ കുറിച്ചൊരു കവിതയാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കാം, ഒത്തുപാടാം. നമുക്ക് ഈ കവിത പാടി നോക്കിയാലോ? മ്യൂസിക് വരട്ടെ. മഴയോ മഴ, മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്, മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. കൂട്ടുകാർക്ക് കവിത ഇഷ്ടമായോ? ഇവിടെ മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്താണ് സംഭവിച്ചത്? പുഴ നിറഞ്ഞു. പുഴ എങ്ങനെയാ നിറഞ്ഞത്? മഴവെള്ളം വീണ് പുഴ നിറഞ്ഞു. മഴ പെയ്താല് ചുറ്റിലും വെള്ളം നിറയും അല്ലേ? ആ വെള്ളമെല്ലാം എങ്ങോട്ട് പോകും? ആ വെള്ളമെല്ലാം പുഴയിലേക്കാണ് ഒലിച്ചു പോവുക. അങ്ങനെ മഴ പെയ്ത് പുഴ നിറഞ്ഞു. ഇവിടെ ആരാണ് മഴ നനയുന്നത്? കുടയില്ലാത്ത കുട്ടിയോളാണ് മഴ നനയുന്നതല്ലേ? അപ്പോൾ മഞ്ഞു മഞ്ഞത്ത് തണുക്കുന്നത് ആർക്കാണ്? പുതപ്പില്ലാത്ത കുട്ടികൾക്കാണ് മഞ്ഞു മഞ്ഞത്ത് തണുക്കുന്നത്. ഇനി അടുത്ത പേജ് നോക്കൂ. മുകളിൽ എന്താണ് എഴുതിയത്? കുട വരയ്ക്കാം. നമുക്ക് ഈ കൂട്ടുകാർക്ക് ഒരു വലിയ കുട വരച്ചു കൊടുക്കാം. കുട എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കൂ. കൂട്ടുകാർ ഇതുപോലെ ഒരു കുട വരയ്ക്കൂ. ഇനി നമുക്ക് കുടയ്ക്ക് നിറം നൽകാം. അങ്ങനെ നമ്മൾ ഒരു അടിപൊളി കുട വരച്ചു അല്ലേ? ഇനി കുടയെ കുറിച്ച് എഴുതിയാലോ? കുട, എന്റെ കുട, എന്റെ പുത്തൻ കുട, എന്റെ പുത്തൻ വർണ്ണക്കുട, എനിക്കിഷ്ടമുള്ള പുത്തൻ വർണ്ണക്കുട. ഈ ചിത്രത്തിലുള്ളത് ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇതാണ് കുഞ്ഞുണ്ണി മാഷ്. ആരാണ് കുഞ്ഞുണ്ണി മാഷ്? കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി ഒരുപാട് കവിതകൾ എഴുതിയ ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. കുറച്ചു വാക്കുകൾ ഉപയോഗിച്ച് വലിയ അർത്ഥമുള്ള കവിതകളാണ് കുഞ്ഞുണ്ണി മാഷ് എഴുതാറ്. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.